ഹലോ. അപ്പം നിങ്ങൾക്ക് നല്ലൊരു പെർഫെക്റ്റ് ടൈലർ ആവാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ടിപ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് നോക്കും. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് നന്നായിട്ട് പഠിച്ചിരിക്കണം. അതിൽ മിസ്റ്റേക്സ് വരാതെ നോക്കണം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനായിട്ട് നമ്മൾ കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കണം. അതായത് അതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുക, ത്രെഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളൊരു ഔട്ട്ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാബ്രിക് പ്രീ വാഷ് ചെയ്യണോ, അയൺ ചെയ്യണോ, അതിൻ്റെ ടെക്സ്ചർ എന്താണ്, പിന്നെ മെയിനായിട്ട് ത്രെഡൊക്കെ മാച്ചിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് സ്റ്റിച്ചിങ് പ്രാക്ടീസ് ചെയ്യുക. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് ടിപ്പാണിത്. പെട്ടെന്നൊന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഔട്ട്ഫിറ്റ് കിട്ടില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ട് സിഗ്സാഗ്, സ്കാലപ്പ്, പിന്നെ കർവി ആയിട്ടുള്ളത്, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്താൽ അതിന് പാരലായിട്ട് തന്നെ നെക്സ്റ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. വേസ്റ്റ് മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്താലും മതി. പിന്നെ ഫസ്റ്റൊക്കെ ഔട്ട്ഫിറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ഔട്ട്ഫിറ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക. അതിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ലെവൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ്, പിൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക. അതൊന്നും യൂസ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്ഷന് വേണ്ടിയിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും മടിക്കരുത്. പിന്നെ നമ്മൾ മെഷീനിൽ വരുന്ന അറ്റകുറ്റപ്പണികളൊക്കെ ചെറുതായിട്ടെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി പഠിച്ചിരിക്കണം. അതായത് ത്രെഡ് ടെൻഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, പിന്നെ നൂലൊക്കെ കട്ട പിടിക്കുന്നതൊക്കെ ഒഴിവാക്കാനൊക്കെ നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചിരിക്കണം. അപ്പം കുറച്ച് എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ടൈലർ ആവാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു വട്ടം നമുക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് തന്നെ നമ്മൾ സെക്കൻഡ് ടൈം ചെയ്യുന്ന ഔട്ട്ഫിറ്റിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഓൺലൈൻ സ്റ്റിച്ചിങ് ക്ലാസ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.